എഫ്സോൺ കലോത്സവത്തിൻ്റെ നിറഭേദങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിചാരിതമായിട്ട് ആശാൻ ടീമിൻ്റെ ഫുൾ ക്രൂ നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്ടർ സാർ ജോൺ പോൾ ജോർജ് നമ്മളോടൊപ്പം ചേർന്നിരിക്കുകയാണ്. സിനിമയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ വേറൊരു കണ്ടൻറ്റായിട്ട് ചെയ്യും. എന്നാലും സ്പെഷ്യലായിട്ട് പേഴ്സണലായിട്ട് ഇത് ഇത്ര ഒതുക്കത്തോടെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഈ ആശാൻ എന്ന സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. ചോദിച്ചു നോക്കാം. തിയേറ്ററുകളിലൊക്കെ ആളെ ഇങ്ങനെ കയറ്റേണ്ടതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ എല്ലായിടത്തും പോയി പിള്ളേരോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലരും അറിഞ്ഞിട്ടില്ല സിനിമ. പിന്നെ എല്ലാം ഭയങ്കര തിരക്കാണ് ഇവിടെ. എല്ലാ കോളേജുകളിലും പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫെസ്റ്റും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ വീക്കെൻഡ് തന്നെ തിയേറ്ററിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അമ്പിളി, ഗപ്പി എന്നീ രണ്ട് സിനിമകൾ തിയേറ്ററിൽ അത്ര ഹിറ്റ് അല്ലെങ്കിലും എല്ലാവരും ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്ന ഒരു സിനിമയാണ്. സിനിമ തിയേറ്ററിൽ അത്ര ഓളം സൃഷ്ടിക്കാത്തത് ഒരു മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്നുണ്ടോ? അങ്ങനെ മാനസികമായിട്ട് എല്ലാ സിനിമകളും, അത് ഗപ്പിക്ക് ഉണ്ടായിട്ടുണ്ട്. അമ്പിളി ആക്ച്വലി തിയേറ്ററിൽ നല്ല തിരക്കായിരുന്നു. ആ സമയത്താണ് ഫ്ലഡ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ അതിന് ആൾ കുറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അമ്പിളി തിയേറ്ററിൽ ആക്ച്വലി ഹിറ്റായിരുന്നു. നല്ല തിരക്കോട് കൂടി തന്നെയായിരുന്നു എല്ലായിടത്തും. പറ്റും അന്നേരത്തേക്കിനാണ് മലബാറിൽ ഫ്ലഡ് വന്നത്. അപ്പോഴത്തേക്കിനാണ് മലബാറിൽ പടം ഓടാൻ പറ്റിയിട്ടില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ആശാനിപ്പോൾ നമ്മളിപ്പോൾ എല്ലാ തിയേറ്ററുകളിലും സിനിമ, അതായത് ആളെ കയറ്റുന്നതിന് പകരം ആൾക്കാർ താല്പര്യത്തോടുകൂടി വരണം എന്ന് പ്രതീക്ഷിച്ചിട്ട് എല്ലാവരെയും തിയേറ്ററിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞ് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ഇപ്പം എനിക്ക് തോന്നുന്ന ആളുകൾ തിയേറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് എക്സ്ട്രീമിൽ ഒരു 10% ആൾക്കാർക്ക് ഈ സിനിമ കിട്ടുന്നില്ല. ബാക്കി ഒരു 90% ആൾക്കാർക്ക് ഈ സിനിമ ഭയങ്കര എക്സ്ട്രീമായിട്ട് അത് കണക്റ്റ് ആവുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സിനിമ. കുറച്ച് പേർക്ക് കണക്റ്റ് ആവുന്നു, കുറച്ച് പേർക്ക് കണക്റ്റ് ആവുന്നില്ല. അത് സിനിമയ്ക്ക് സാമ്പത്തികമായ പ്രയാസം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് വീണ്ടും യാത്ര തിരിച്ചിരിക്കുകയാണ് നമ്മുടെ ആശാൻ ടീം. മാത്രമല്ല, ഒരു ഡയറക്ടർ എന്നതിലപ്പുറത്ത് മലയാള സിനിമാ ലോകത്തേക്ക് ഒരു സംഗീത സംവിധായകനെ കൂടി കിട്ടിയിരിക്കുകയാണ്. സംഗീത സംവിധാന രംഗത്തേക്ക് കടക്കുമ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് കൂടി നമുക്ക് അറിയാൻ താല്പര്യമുണ്ട്. അതും കൂടി ചോദിച്ചു നോക്കാം. സംഗീതം സംവിധാനം എന്ന് പറയുന്നത് പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ച്. സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്നത് അജീഷ് ഷാൻഡോയാണ്. അപ്പം അജീഷ് എൻ്റെ ഒരു ഹെൽപ്പും എനിക്ക് ഈ സിനിമയിലുണ്ടായിരുന്നു. പാട്ട് ഞാൻ സിനിമാ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഒരുപാട് സുഹൃത്തുക്കൾ മ്യൂസീഷ്യൻസാണ്. അപ്പം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ കൂടെ ഇരുന്നുകൊണ്ട് തന്നെ ആ ഒരു കോൺഫിഡൻസിൽ ചെയ്തതാണ്. പക്ഷേ പാട്ട് ഭയങ്കരമായിട്ട് വർക്കായി എല്ലാവർക്കും. അപ്പം അതിൻ്റെ ഒരു സന്തോഷം, ഭയങ്കര സന്തോഷം. ആ വിജയം ഇനിയും അങ്ങോട്ട് ആ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ തിരക്കുള്ള സമയത്ത് ജോയിൻ ചെയ്തതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.